നമസ്കാരം. ആഗോള സമാധാനത്തിന്റെ അവസാന പ്രതീക്ഷകളും പൊട്ടിച്ചെറിഞ്ഞ് പശ്ചിമേഷ്യയിൽ വീണ്ടും മിസൈലുകളുടെ തീജ്വാലകൾ നിറഞ്ഞിരിക്കുകയാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് ഇസ്രായേലിന് നേരെ നടത്തിയ മിസൈൽ വർഷം വെറും ഒരു തിരിച്ചടിയല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ ഭൂപടത്തിൽ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു മഹായുദ്ധത്തിന്റെ വിളംബരമെന്നാണ് ഒരു വിഭാഗം നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇപ്പോൾ ഒരു പരിമിതമായ സൈനിക ഏറ്റുമുട്ടലായാണ് തുടരുന്നില്ല, മറിച്ച് അതൊരു സ്വാധീനത്തിന്റെയും നിലനിൽപ്പിന്റെയും വലിയ പോരാട്ടമായി മാറിയിരിക്കുകയാണ്. ഓരോ ആക്രമണവും അതിനു പിന്നാലെയുള്ള തിരിച്ചടിയും ലോകത്തെ കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് നയിക്കുന്നു. സമാധാന സാധ്യതകൾ മങ്ങിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ ശക്തിയുടെ ഈ ഏറ്റുമുട്ടൽ എവിടെ അവസാനിക്കുമെന്നതാണ് ഇപ്പോൾ ലോകം മുഴുവനും ഉറ്റുനോക്കുന്നത്. ഇതിനിടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇസ്രായേലിനു നേരെ നടത്തിയ മിസൈൽ വർഷം ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിക്കുകയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇറാനിൽ നിന്നും മിസൈലുകൾ വിക്ഷേപിച്ചതായി വ്യക്തമാക്കുകയും ചെയ്തു. ഭീഷണി തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ ഇസ്രായേലിന്റെ പുരോഗമിച്ച വ്യോമ പ്രതിരോധ സംവിധാനം സജീവമാക്കി. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാണ് എന്നായിരുന്നു IDFന്റെ ഔദ്യോഗിക പ്രതികരണം എത്തിയത്. അതോടെ സാധാരണക്കാർക്ക് അടിയന്തര മുന്നറിയിപ്പുകൾ നൽകുകയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഉടൻ മാറാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഹോം ഫ്രണ്ട് കമാൻഡ് മൊബൈൽ ഫോണുകളിലൂടെ നേരിട്ട് സന്ദേശങ്ങൾ അയച്ചതും ഈ ആക്രമണത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നതാണ്. ആളുകൾക്ക് അലർട്ട് ലഭിച്ച ഉടൻ തന്നെ സംരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി പുതിയ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതുവരെ അവിടെ തുടരണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശങ്ങൾ പാലിക്കാതെ പുറത്തേക്ക് പോകുന്നത് ജീവൻ അപകടത്തിലാക്കുമെന്ന മുന്നറിയിപ്പും നൽകി. ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇടത്തരത്തിലുള്ള അടിയന്തര നടപടികൾ ആക്രമണത്തിന്റെ വ്യാപ്തിയും ഭീഷണിയും തീവ്രതയും വ്യക്തമാക്കുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇതിനിടെ ഇറാൻ ഈ ആക്രമണത്തെ പ്രതിരോധ നടപടിയുടെ ഭാഗമായാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഇറാനിയൻ മാധ്യമങ്ങൾ അവരുടെ സൈനിക ശേഷിയുടെ തെളിവായി ഈ ആക്രമണങ്ങളെ വിശേഷിപ്പിക്കുമ്പോൾ ഇസ്രായേലും അമേരിക്കയും മേഖലയിൽ നടത്തുന്ന സൈനിക നീക്കങ്ങൾക്ക് മറുപടിയാണ് ഇത് എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനും സംഭവ വികാസങ്ങൾ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തി. അമേരിക്കയുടെ നടപടികൾ അന്താരാഷ്ട്ര നിയമത്തെ തകർക്കുന്ന പുതിയ മാതൃകയാണ് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ഈ പ്രതിസന്ധിക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഉറച്ച നിലപാട് എടുക്കാത്ത പക്ഷം ഇതിന്റെ ആഘാതം പല രാജ്യങ്ങളെ ബാധിക്കും. ഇത് അദ്ദേഹം മുന്നറിയിപ്പിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഇതൊരു പ്രാദേശിക സംഘർഷം മാത്രമല്ല, ആഗോള പ്രതിസന്ധിയിലേക്ക് വളരാൻ സാധ്യത കൂടിയാണെന്നും ഈ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലും അമേരിക്കൻ വ്യോമസേനയ്ക്ക് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. യുദ്ധം ആരംഭിച്ച ശേഷം ചുരുങ്ങിയത് 16 അമേരിക്കൻ സൈനിക വിമാനങ്ങളിൽ നശിപ്പിക്കപ്പെട്ടു എന്നതാണ് വിവരം. ഇതിൽ 10 റീപ്പർ സ്ട്രൈക്ക് ഡ്രോണുകളും ശത്രുക്കളുടെ വെടിവയ്പിൽ തകർന്നു വീഴുകയായിരുന്നു. 6ഓളം വിമാനങ്ങൾ വിവിധ അപകടങ്ങളിൽപ്പെട്ട് തകർന്നതായും റിപ്പോർട്ടുണ്ട്. നിലവിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സേനകൾ വെടിവെച്ചിട്ടിരിക്കുന്നത് പൈലറ്റ് ഇല്ലാത്ത റീപ്പർ ഡ്രോണുകൾ മാത്രമാണ്. 9 ഡ്രോണുകൾ ആകാശത്ത് വെച്ച് നശിപ്പിക്കപ്പെട്ടു. ജോർദാനിലെ വ്യോമതാവളത്തിൽ ഒരെണ്ണം ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ തകർന്നടിഞ്ഞു. വിമാനങ്ങൾ നഷ്ടപ്പെട്ട സംഭവങ്ങളിൽ കുവൈറ്റിൽ നിന്ന് 3 F-15 വിമാനങ്ങൾ വെടിവെച്ചിട്ടതും ഇറാഖിൽ ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള KC-135 ടാങ്കർ തകർന്നതും ഉൾപ്പെടുന്നു. ടാങ്കർ അപകടത്തിൽ 6 ജീവനക്കാർ കൊല്ലപ്പെട്ടതായാണ് വിവരം. കൂടാതെ സൗദി അറേബ്യയിലെ വ്യോമതാവളങ്ങൾ നിർത്തിയിരുന്ന 5 KC-135 വിമാനങ്ങൾ മിസൈൽ ആക്രമണത്തിൽ തകർന്നു എന്നതും റിപ്പോർട്ടുണ്ടായിരുന്നു. ഈ നഷ്ടങ്ങളെ കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ US സെൻട്രൽ കമാൻഡ് ഇതുവരെ തയ്യാറായിട്ടില്ല. വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചതിന് പിന്നിൽ ഇറാനിലെ ആന്റി എയർക്രാഫ്റ്റ് ഫയർ ആയിരിക്കാമെന്നാണ് ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ച് എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണമെന്നും അമേരിക്ക നൽകിയിട്ടില്ല. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇതിനകം തന്നെ സൈനിക കേന്ദ്രങ്ങൾ, ഊർജ്ജ സൗകര്യങ്ങൾ, തന്ത്രപ്രധാനമായ ഇടങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് തുടരുകയാണ്. ഇരുപക്ഷങ്ങളും പരസ്പരം ശക്തമായ തിരിച്ചടികൾ നടത്തുന്നതിനാൽ യുദ്ധം കൂടുതൽ വ്യാപകമാകാനുള്ള സാധ്യതയും ഉയർന്നിരിക്കുന്നു. പ്രത്യേകിച്ച് അമേരിക്കയുടെ നേരിട്ടുള്ള പങ്കാളിത്തം ഈ സംഘർഷത്തെ വലിയൊരു ഭൗമ രാഷ്ട്രീയ ഏറ്റുമുട്ടലാക്കി മാറ്റുകയാണ്.